ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനം എന്ന വിഷയം 166 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ശിംശോൻ 300 കുറുക്കന്മാരെ പിടിച്ച സംഭവമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം. കുറെ കാലം കഴിഞ്ഞിട്ട് തൻ്റെ ഭാര്യയെ കാണാൻ ശിംശോൻ അവിടെ ചെന്നു. എന്നാൽ അവിടെ വേറൊരു സംഭവം അവിടെ നടന്നു. തൻ്റെ ഭാര്യയുടെ പിതാവ്, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഇവരുടെ വിവാഹബന്ധം വേർപെടുത്തി വേറൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അത് ശിംശോനെ സംബന്ധിച്ച് വളരെ മാനസിക പ്രശ്നമുണ്ടായി. ഇതിന് പരിഹാരത്തിന് വേണ്ടി ഫിലിസ്തീനയുടെ കൃഷിഭൂമി നശിപ്പിക്കാൻ തീരുമാനിച്ചു. ശിംശോൻ പോയി 300 കുറുക്കന്മാരെ പിടിച്ചു. ഒത്തിരി ആളുകളുടെ ചോദ്യമാണ്, 300 കുറുക്കന്മാരെ എങ്ങനെ പിടിക്കാൻ സാധിക്കും? കാരണം കുറുക്കനെന്ന് പറഞ്ഞാൽ മനുഷ്യനെ കടിച്ചു കൊല്ലുവാൻ വരെയും അതിനുള്ള കഴിവുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ശിംശോൻ പോയി ഈ 300 എണ്ണത്തിനെ പിടിക്കുന്നത്? എൻ്റെ ചിന്ത പറയുക, ഇതൊരു ഉപദേശമൊന്നുമല്ല. കാട്ടിൽ പോയി കുറുക്കന്മാരോട് വരാൻ പറഞ്ഞു കാണും. അതല്ലാതെ വേറെ ഒന്നും എനിക്ക് ഇതിനെപ്പറ്റി വേറെ അറിവില്ല. ഈ കുറുക്കന്മാരനുസരിക്കത്തക്കവണ്ണം ശിംശോന്റെ മേൽ അതിശക്തമായ ആത്മാവുണ്ടായിരുന്നു. തന്നിൽ വ്യാപരിച്ച ആത്മാവ് തനിക്ക് ഏതു കാര്യവും ചെയ്യുന്നതിന് വേണ്ടിയുള്ളതായ പവർ ഉണ്ടായിരിക്കാം. ഞാൻ ഉപദേശമായിട്ടോ അല്ല പറയുന്നത്. കുറുക്കന്മാരെ വാലോട് വാല് ചേർത്ത് കെട്ടി പന്തവും കൊളുത്തി. 2 കുറുക്കന്മാരെ അവർ ഒരുമിച്ച് നിർത്തി. നമ്മൾ ഈ പണ്ടൊക്കെ നിലമുഴുതുന്ന കാളകളെ കണ്ടിട്ടില്ലേ? ഒരു നുകത്തിന്റെ കീഴിൽ അപ്പുറം ഇപ്പുറം ഓരോ കാളകളെ നിർത്തി എന്നതുപോലെ ഈ 300 കുറുക്കന്മാർ ഈ 2 പേരെ അവരുടെ വാലോട് വാല് പന്തം കൊളുത്തി. എന്നാൽ ഈ കുറുക്കന്മാരെ അവിടെ ഐക്യത കാണിച്ചു. ഒരു കുറുക്കൻ തെക്കോട്ടും ഒരു കുറുക്കൻ വടക്കോട്ടും വലിച്ചിരുന്നുവെങ്കിൽ പന്തം വാലെ പിടിച്ച് കുറുക്കന്മാരെ ചത്തുപോയേനെ. എന്നാൽ അവരുടെ ഐക്യത ശിംശോൻ എന്തു കാര്യം ഉദ്ദേശിച്ചോ നടപ്പിലാകാൻ സാധിച്ചു. ഇതിനകത്ത് എനിക്കൊരു ചെറിയ ദൂത് പറയാനുള്ളത്, കുടുംബമായിരുന്നാലും ഐക്യതയുണ്ടെങ്കിൽ വിജയിക്കും. ഇല്ല എങ്കിൽ കുടുംബം പരാജയപ്പെടുകയുള്ളൂ. ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ വിഷയം ഐക്യതയില്ല. അതുകൊണ്ടാണ് നമ്മുടെ സഭയ്ക്ക് ഐക്യത ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തഴയ്ക്കാൻ, വളരാൻ അനവധി ആളുകൾ വരുവാൻ സാധിക്കും. ഇന്ന് പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ പദ്ധതി കുടുംബത്തിൻ്റെ ആയിരുന്നാലും സഭയുടേതായിരുന്നാലും അത് ഐക്യത ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവന്റെ കഴിവുകൾ മുഴുവൻ
പ്രയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം അവൻ്റെ കഴിവുകളെ എന്താണെന്ന് മനസ്സിലാക്കി ആ കഴിവുകൾ നമ്മൾ അവരെ പരാജയപ്പെടുത്തത്തക്കവണ്ണം നമ്മൾ ശ്രമിച്ചാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം ഒരു ചെറിയ ദൂതും കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. ആ കുറുക്കന്മാർ 300 പേരും ഐക്യതയോടെ അവരെ ഫെലിസ്ത്യരുടെ വിളവിലേക്ക് അവർ ഓടി. അവർ മുന്നോട്ടോടുമ്പോൾ തീ പുറകോട്ട് പോകുന്നു. അവരെതിരെയെല്ലാം ചെന്നു അവിടെയെല്ലാം ഇവരുടെ വാലെ കെട്ടിയ ആ പന്തം കൃഷിഭൂമിയെ നശിപ്പിച്ചു. ഇത് ഒരു ചെറിയ സംഭവമായിട്ട് നമ്മൾ വിചാരിക്കരുത്. ഇതുപോലുള്ള സംഭവം ലോക ചരിത്രത്തിലും ബൈബിളിന്റെ ചരിത്രത്തിലും നാം കണ്ടിട്ടില്ല. പല അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കുറുക്കന്മാരെ കൊണ്ട് ഇങ്ങനെ ഒരു അത്ഭുതം ആദ്യമായിട്ടാണ് ബൈബിളിൽ കാണുന്നത്. ഫെലിസ്ത്യർ അന്വേഷിക്കാൻ തുടങ്ങി. ഇതിന്റെ പുറകിൽ ആരാകുന്നു എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അവരുടെ അന്വേഷണം കറക്റ്റ് കണ്ടുപിടിച്ചു. 15-ാം അധ്യായം 6-ാമത്തെ വാക്യം, തിബ്നേക്കാരന്റെ മരുമകൻ എന്ന് അവർ പറഞ്ഞു. ഇതാരാണ് തിബ്നേക്കാരന്റെ മരുമകൻ? ശിംശോൻ തന്നെയാണ്. പക്ഷെ ഇപ്പം മരുമകൻ അല്ലെങ്കിലും അവർക്കറിയാം ഇവൻ മരുമകനായിരുന്നു എന്ന്. ഇവർക്ക് വൈരാഗ്യം ഉണ്ടായി. കാരണം അവരുടെ വിളഭൂമി മുഴുവൻ കത്തിച്ചാമ്പലായി. ഭീമമായ ഒരു നഷ്ടം അവർക്ക് കടന്നു വന്നു. അവർ ചില തീരുമാനങ്ങൾ തീരുമാനിച്ചു. അവർ ചെന്ന് അവളുടെ അപ്പനെയും അവളെയും തീ കൊണ്ട് തീയിലിട്ട് കത്തിച്ചു കൊന്നു. നോക്കിക്കണേ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നത്. ഇതിനകത്തൊരു കാര്യം നമ്മളെ ഒന്ന് മനസ്സിലാക്കണം. ഇന്നൊരുപാട് കുടുംബങ്ങളെ ഡൈവേഴ്സിൽ ആകെ ഉലഞ്ഞ് ആടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ വേർപെടുകയാണ്. പക്ഷെ ഒരു കാര്യം, വേർപെട്ടാൽ ഉണ്ടാകുന്ന അപകടം കൂടെ നമ്മളെ മനസ്സിലാക്കണം. ദൈവമാണ് യോജിപ്പിക്കുന്നത്. അതെ, മനുഷ്യരത് വേർപെടുത്താനും അവനവൻ വേർപെടുത്തുവാനും ഇടയാകരുതേ. നമ്മുടെ കേരളത്തിൽ ഇന്ന് ഒരുപാട് ഡൈവേഴ്സ് കേസുകൾ വളരെ വളരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവിൽ സുഖമായിരുന്നാലും ദുഃഖമായിരുന്നാലും കുടുംബം സന്തോഷകരമായി പോകുവാൻ എൻ്റെ ചെറിയൊരു ആലോചന ഈ സാഹചര്യത്തിൽ പറയുന്നു. അല്ല, ഒരു കുടുംബം ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ ആ കുടുംബം തകരുക മാത്രമല്ല, പിന്നെ അവരുടെ ജീവിതം തകർന്ന് ഇല്ലാതാകും. ആരും അങ്ങനെ ആഗ്രഹിക്കരുതേ എന്ന വാക്കിലൂടെ ഞാൻ ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. തുടർന്നും അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ ഏറ്റവും പ്രധാനമായ വിഷയം, യേശു വരാറായി. നാം